ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ മലയാളികൾ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് YouTube.com. സത്യമല്ലേ? നമ്മൾ വെറുതെ വീഡിയോ കണ്ട് പോകുന്നവരുണ്ടാവും, പിന്നെ നമ്മളിൽ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവും, അതായത് നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് ഉണ്ടാവും. പിന്നെ നമ്മൾ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടി യൂട്യൂബിനെ അപ്രോച്ച് ചെയ്യുന്നവരുണ്ടാവും. പിന്നെ നമ്മുടെ കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർച്ചിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ വീഡിയോസ് കാണുന്നവരുണ്ടാവും, സംശയം തീർക്കാൻ വേണ്ടിയിട്ട് കാണുന്നവരുണ്ടാവും, സിനിമ കാണുന്നവരുണ്ടാവും, കോമഡി കാണുന്നവരുണ്ടാവും. അപ്പം നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ യൂട്യൂബിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സമയം നമ്മൾ മലയാളികൾ യൂട്യൂബിൽ കളയുന്നുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് യൂട്യൂബിൻ്റെ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു ഈ വെബ്സൈറ്റ് ഇരുന്നിരുന്നത്? ഈ യൂട്യൂബിൻ്റെ ഓരോ വർഷം കഴിയുമ്പോഴും യൂട്യൂബ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അവർ കൊണ്ടുവന്നേക്കുന്നത് എന്നൊക്കെ നിങ്ങളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്, ഇന്ന് നമ്മുടെ ഇംഗ്ലീഷ് ആൻഡ് ടെക് ചാനൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെബ്സൈറ്റ് ഒരു ആൻറ്റിക് ഷോപ്പ് പോലെയാണ്. ആൻറ്റിക് ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പുരാവസ്തുക്കൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഒരു ഷോപ്പ്, അതുപോലെ ഇരിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഈ വെബ്സൈറ്റ്. ഓക്കെ, ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള വെബ്സൈറ്റുകളുടെ പഴയ ഫോം കാണാൻ പറ്റും. അതായത് പണ്ട് ഇതെങ്ങനെയാണ് ഇരുന്നതെന്ന് കാണാൻ പറ്റും. അവരതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് പോലെയുള്ള സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ആ വെബ്സൈറ്റ് പരിചയപ്പെടാം. അതിനു മുമ്പേ നിങ്ങൾ ആരെങ്കിലും വാച്ച് ചെയ്യുന്നവരിൽ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ യാതൊരു പിശുക്കും കാണിക്കേണ്ട. പിന്നെ നിങ്ങൾക്ക് കമൻറ്റൊക്കെ എഴുതി വിടും എന്തൊക്കെയാണ് ഇത് കണ്ടിട്ട് ഇഷ്ടമായോ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വെബ്സൈറ്റിലോട്ട് പോകാം. ഇപ്പം ഞാൻ എൻ്റെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത് YouTube.com ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ബ്രൗസറിൽ ഒരു പ്ലസ് ബട്ടൺ അടിച്ചിട്ട് പുതിയൊരു ടാബ് എടുക്കാൻ പോകാം. അപ്പോൾ പുതിയ ടാബ് എടുത്തു. ആ പുതിയ ടാബിൽ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്ന നമ്മുടെ ആൻറ്റിക് ഷോപ്പ് പുരാവസ്തു ഷോപ്പ്. എൻ്റെ പേര്, ഓൺലൈൻ പുരാവസ്തു ഷോപ്പിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ archive.org എന്നാണ്. ഓക്കെ, സോ archive.org എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇൻ്റർനെറ്റ് ആർക്കൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഇൻ്റർനെറ്റ് ആർക്കൈവ് എന്ന് പറയുന്നത്? നോൺ പ്രോഫിറ്റ് ലൈബ്രറി ഓഫ് മില്യൺസ് ഓഫ് ഫ്രീ ബുക്സ്, മൂവീസ്, സോഫ്റ്റ്വെയർ, മ്യൂസിക്, വെബ്സൈറ്റ് ആൻഡ് മോർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് വേറെയും ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അതായത് ബുക്സ് വായിക്കുന്നവരാണെങ്കിൽ ഫ്രീ ബുക്സ് ഉണ്ട്, മൂവി കാണുന്നവരാണെങ്കിൽ ഫ്രീ മൂവീസ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നവരാണെങ്കിൽ ഫ്രീ സോഫ്റ്റ്വെയറുകളുണ്ട്, മ്യൂസിക് ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്, അതിൽ കൂടുതലും ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു നല്ല വെബ്സൈറ്റാണ്. നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാനും പണ്ട് എങ്ങനെയായിരുന്നു എന്നറിയാനും വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റ്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നമുക്ക് YouTube.com പണ്ട് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കണ്ട വേ ബാക്ക് മെഷീൻ എന്നാണ് ഇവിടെ ഇവർ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ തന്നെ. ഈ വേ ബാക്ക് മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ ടൈം മെഷീൻ്റെ സിനിമയൊക്കെ കണ്ടിട്ടില്ലേ? അതായത് ഒരു പെർട്ടിക്കുലർ ടൈം മെഷീൻ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പഴയ ഒരു ഭൂതകാലത്തിലേക്ക് പോയി നമുക്കൊന്നും മനസ്സിലാവാത്തൊരു സിറ്റുവേഷനിലോട്ട് പോകുന്ന അങ്ങനെയുള്ള മൂവികളൊക്കെ കണ്ടിട്ടില്ല. അതുപോലെ വേ ബാക്ക് മെഷീൻ, അതായത് പഴയ കാലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു മെഷീൻ. അപ്പോൾ ഞാനിവിടെ URL ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, www.youtube.com. ഓക്കെ, അപ്പോൾ നമ്മൾ www.youtube.com അടിച്ചപ്പോൾ 2005 മുതൽ അങ്ങോട്ട് 2020 വരെയുള്ള ഹിസ്റ്ററികൾ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? യൂട്യൂബിൻ്റെ ഹിസ്റ്ററി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബ് എപ്പോഴാണ് ഫൗണ്ട് ചെയ്തത്, എപ്പോഴാണ് യൂട്യൂബ് ഉണ്ടാക്കിയത്? ഓക്കെ, നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഫൗണ്ടിങ് ഡേറ്റ് ഓഫ് യൂട്യൂബ് നോക്കാം. ഓക്കെ, ഫെബ്രുവരി 14, 2005 സാൻ മെട്രോ കാലിഫോർണിയയിലാണ് യൂട്യൂബ് ഉണ്ടാക്കിയേക്കുന്നത്. കറക്റ്റ്. ഓക്കെ, അപ്പോൾ കറക്റ്റാണ്. 2005 മുതൽ അവർക്കുണ്ട്. അപ്പോൾ 2005 യൂട്യൂബ് കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ 2005 ക്ലിക്ക് ചെയ്തു. 2005 ക്ലിക്ക് ചെയ്തപ്പോൾ 2005 കലണ്ടർ ഇവിടെ വന്നു. കണ്ടോ, 2005 ഏപ്രിൽ മുതലുള്ള സ്ക്രീൻഷോട്ടാണ് ഇവരുടെ കയ്യിലുള്ളത്. അപ്പോൾ ഏപ്രിൽ 28 എങ്ങനെയാണ് ഇരുന്നതെന്ന് നമുക്കിതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇത് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ യൂട്യൂബ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, കുറച്ച് സമയം എടുക്കും. നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് എന്ത് ചെയ്യും, കുറച്ച് സമയമെടുക്കും. അന്ന് നമ്മളുടെ യൂട്യൂബ് ഇരുന്നിരുന്നത്, ഫ്ലാഷ് പ്ലെയർ ഒന്ന് എനേബിൾ ചെയ്യാം. അന്ന് നമ്മുടെ യൂട്യൂബ് ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ്. കണ്ടോ, യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയായിരുന്നു ഇരുന്നത്. കണ്ടോ, യൂസർ നെയിം, പാസ്വേഡ്, ലോഗിൻ എന്നൊക്കെ പറഞ്ഞിട്ട്.
അടിപൊളിയല്ലേ? ഓക്കെ, നമുക്കൊന്ന് തിരിച്ചു പോവാം. 2005 ലാസ്റ്റ് ആകുമ്പോഴത്തേനും യൂട്യൂബ് എങ്ങനെയായിരുന്നു എന്നൊന്ന് നോക്കാം. ഇപ്പോൾ 2005 തന്നെ ഇരിക്കുന്നത്. 2005 ഡിസംബർ 31 സ്നാപ്ഷോട്ട് ഒന്ന് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. 2005 ഡിസംബർ 31 യൂട്യൂബ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? 2005 ഡിസംബർ 31 ആയപ്പോൾ യൂട്യൂബ് കുറച്ചുകൂടി പുരോഗമിച്ചു. കണ്ടോ, ഇങ്ങനെയൊക്കെ ആയി മാറി. വീഡിയോയുടെ പിക്ചറൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെ ആയി മാറി. കണ്ടോ, യൂട്യൂബ് ചാനൽ ഇരുന്നിരുന്നതാണ്. ഇപ്പോൾ ഇരിക്കുന്ന യൂട്യൂബും ഇതിനെയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത്, അപ്പോൾ ഇത് ഇൻവെൻറ്റ് ചെയ്ത വർഷം എങ്ങനെ ഇരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് 2006 നോക്കാം. 2006 എൻഡ് നോക്കാം. നമുക്ക് ഓരോ വർഷത്തിലെയും എൻഡ് നമുക്കൊന്ന് നോക്കാം. 2006 ഡിസംബർ 30 ആകുമ്പോഴത്തേനും എന്തായി യൂട്യൂബിൻ്റെ ഇൻ്റർഫേസ് എന്നൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ 2006 ഡിസംബർ 30 ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പേജുകളുടെ ഇടയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. ഓക്കെ, 2006 ഡിസംബർ 30 ആകുമ്പോഴത്തേനും യൂട്യൂബിൻ്റെ മാറ്റങ്ങൾ ഇങ്ങനെയായിരുന്നു. ഓക്കെ, ഇത് നമുക്കൊരു 3 വർഷം കഴിഞ്ഞിട്ട് നോക്കാം. ഒരു 2009 അല്ലെങ്കിൽ 2010 ആകുമ്പോഴത്തേനും 5 വർഷം കഴിയുമ്പോഴത്തേനും എന്താ സ്ഥിതി നോക്കാം. 2010 ഡിസംബർ ആകുമ്പോഴത്തേനും 2010 ഒരുപാട് സ്നാപ്ഷോട്ടുകൾ അവൈലബിൾ ആണ്. എല്ലാ മാസത്തെയും ഏകദേശം എല്ലാ ഡേറ്റിലും അവൈലബിൾ ആണ്. ഇപ്പോൾ 2010 ഡിസംബർ 31 യൂട്യൂബ് എങ്ങനെ ഇരിക്കുന്നു നോക്കാം. 2005 യൂട്യൂബ് കണ്ട ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഏത് വർഷം മുതലാണ് യൂട്യൂബ് കാണാൻ തുടങ്ങിയതെന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. 2010 ആകുമ്പോഴത്തേന് യൂട്യൂബ് കുറച്ചുകൂടി എന്തായി, ഈ ഒരു ടിപ്പിക്കൽ ലുക്കായി. മേലെ ബാനറൊക്കെ വന്നു കണ്ടോ, ആഡിൻ്റെ ഒരു ബാനറും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ വീഡിയോസൊക്കെ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി കണ്ടോ, സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി. ഓക്കെ, ഇത് നമുക്ക് 2015 കേസ് നോക്കാം. 2015 ഡിസംബർ ആകുമ്പോഴത്തേനും എന്തായി നോക്കാം. ഇപ്പോൾ 2015 എടുത്തു ഞാൻ. 2015 ഇഷ്ടംമാതിരി സ്നാപ്ഷോട്ടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഡിസംബർ 31 ആകുമ്പോഴത്തേനും 2015 ആകുമ്പോഴത്തേനും യൂട്യൂബിൻ്റെ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് വർഷം മുതലാണ് യൂട്യൂബ് കാണാൻ തുടങ്ങിയത് അത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, നിങ്ങൾ ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ പേര് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ ആൾക്കാർക്ക് കാണാമല്ലോ. 2015 ആകുമ്പോഴത്തേനും യൂട്യൂബിൻ്റെ ലുക്ക് ഇങ്ങനെയായി. അപ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള ലുക്കുമായിട്ട് നല്ല സിമിലറാണ്. കാരണം ഇതൊരു 5 വർഷം മുമ്പുള്ള ലുക്കല്ലേ അല്ലേ. ഇപ്പോൾ 2015 ആകുമ്പോഴത്തേനും ഏകദേശം നമ്മുടെ ഇപ്പോഴത്തെ ലുക്ക് പോലെ തന്നെ. പക്ഷേ ഇവിടുത്തെ മെനുവിലൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ട്. ഹോമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു 2018 എങ്ങനെയാണെന്ന് നോക്കാം. 2018 ആകുമ്പോഴത്തേനും ഒരു 3 വർഷം കൂടി കഴിയുമ്പോൾ യൂട്യൂബിൻ്റെ ലുക്ക് എന്തായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു 3 വർഷം കൂടി കഴിഞ്ഞപ്പോൾ യൂട്യൂബ് ഇരിക്കുന്നത് എങ്ങനെയാണ്. ടൈം മെഷീൻ ഞങ്ങളുടെ യൂട്യൂബിനെ കൊണ്ടുവരും. 2018 യൂട്യൂബിനെ ഞാൻ കാണിച്ചിരുന്നു. അതില്ല, അത് എന്താണ്, ഈ ഒരു സാധനം ഒരു സ്നാപ്ഷോട്ട് അവൈലബിൾ അല്ലെന്നാണ് കാണിക്കുന്നത് കേട്ടോ, എററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2018 വേറെ ഏതെങ്കിലും ഒരു ഡേറ്റ് നോക്കാം. ഡിസംബറിൽ തന്നെ 31 മുമ്പേ ഉള്ള ഏതെങ്കിലും ഒരു ഡേറ്റ് നോക്കാം. ഒരു 28 ഇങ്ങനെ ഇരിക്കുന്നു നോക്കാം. ഇപ്പോൾ ചില സ്നാപ്ഷോട്ടുകൾ ഇവർ ക്യാപ്ചർ ചെയ്യുന്ന പ്രോപ്പർ ആയിരിക്കില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഇത്രയും ഇൻഫർമേഷൻ അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. ഇതിപ്പം ഒരു വെബ്സൈറ്റിൻ്റെ യൂട്യൂബിൻ്റെ മാത്രം കേസാണ് ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ ഒരുപാട് വെബ്സൈറ്റിന് നമുക്ക് നോക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത്രയും വെബ്സൈറ്റിന് നമുക്ക് നോക്കാൻ പറ്റും. ഇതാണ് 2018 യൂട്യൂബിൻ്റെ ലുക്ക്. കറക്റ്റ്. ഓക്കെ, സംവാട്ട് സിമിലർ ടു നമ്മുടെ ഇപ്പോഴത്തെ യൂട്യൂബ് പോലെ തന്നെയായി. ഓക്കെ, ഇനി 2020 എങ്ങനെയാണെന്ന് നോക്കാം. 2020 അതായത് ഈ വർഷം ഇതാ ഇപ്പം നമ്മൾ ഏപ്രിൽ എത്തിയതേ ഉള്ളൂ. ഏപ്രിൽ 23 വരെയുള്ള സ്നാപ്ഷോട്ടുകൾ ഇവർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. സോ ഏപ്രിൽ 23 യൂട്യൂബ് ഇരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ വരട്ടെ, 2020 യൂട്യൂബ് വരട്ടെ. 2020 യൂട്യൂബ് വരണമെങ്കിൽ നമ്മളിങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഡയറക്റ്റ് യൂട്യൂബിൽ പോയാലും മതി. ഇതാണ്ടിരിക്കുന്നു. ഓക്കെ, ആണ്ടിരിക്കുന്നു. ഇങ്ങനെ തന്നെ നമ്മുടെ യൂട്യൂബ് ഇപ്പോൾ യൂട്യൂബിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് അല്ലേ, 2020. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, 2005 മുതൽ യൂട്യൂബിൻ്റെ വളർച്ച, അതായത് യൂട്യൂബ്
തുടങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു, അപ്പോൾ 2020 ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പിടികിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ ഈ വെബ്സൈറ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. വേ ബാക്ക് മെഷീൻ ഇൻ്റർനെറ്റ് ആക്ട്. യൂട്യൂബ് മാത്രമല്ല ഏത് സൈറ്റും നമുക്ക് നോക്കാം. ഇപ്പോൾ എനിക്ക് yahoo.com, നിങ്ങൾ കേട്ടിട്ടില്ലേ? yahoo.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് കേട്ടിട്ടില്ലേ? yahoo.com തുടക്കത്തിൽ എങ്ങനെയായിരുന്നു നോക്കണം. yahoo.com ഇൻവെൻറ്റ് ചെയ്തേക്കുന്നത് 1996-ലാണ്. യൂട്യൂബിൻ്റെ ഒക്കെ എത്രയോ മുമ്പേ വന്നിരിക്കുന്ന സൈറ്റാണ് ഇത് yahoo.com. അപ്പോൾ 1996 ഒക്ടോബർ 17 ഒരു സ്നാപ്ഷോട്ട് കാണുന്നുണ്ട്. നമുക്കതൊന്ന് എടുത്ത് നോക്കാം. ഒക്ടോബർ 17 സ്നാപ്ഷോട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ തപ്പി എടുത്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഫയലിലാക്കി വെച്ചേക്കല്ലേ. ഇപ്പോൾ 1-2 വെബ്സൈറ്റ് ഒന്നുമല്ല, ഒരുപാട് വെബ്സൈറ്റുകളുടെ സ്നാപ്ഷോട്ടുകളാണ് ഈ ഒരു സൈറ്റിൽ ഇവർ സെർവറിൽ എന്ത് ചെയ്തിരിക്കുന്നത്, സേഫായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്നത്. അയ്യോ, ആ സമയത്ത് yahoo.com ഇരുന്നത് ഇങ്ങനെയാണ് കണ്ടോ. അപ്പോൾ അന്ന് yahoo.com ഇരുന്നിരുന്നത് ഇങ്ങനെയാണ് കണ്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഗൂഗിളിനെയും കൂടി ഒന്ന് നോക്കാം. google.com-നെയും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, google.com-ൽ പോയി കഴിഞ്ഞാൽ google.com സ്റ്റാർട്ട് ചെയ്യുന്നത് 1998-ലാണ്. 1998 നവംബറിലാണ് google.com സ്റ്റാർട്ട് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പോൾ നവംബറിൽ ഒരു സ്നാപ്ഷോട്ട് അവൈലബിൾ ആയി. ഓക്കെ, അപ്പോൾ നമ്മുടെ google.com 1998 നവംബറിൽ ഇങ്ങനെയാണ് ഇരുന്നത് കണ്ടോ. സെർച്ച് ദ വെബ് യൂസിങ് ഗൂഗിൾ 10 റിസൾട്ട്. ഐ എം ഫീലിംഗ് ലക്കിയൊക്കെ അന്നേണ്ട്. ഇന്നെങ്ങനെയാണ് google.com ഇരിക്കുന്നത്? നമുക്കൊന്ന് സെർച്ച് ചെയ്യാം google.com. ഇന്നിപ്പോൾ google.com-ൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ. ഓക്കെ, പക്ഷെ അന്ന് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വെബ്സൈറ്റ് എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചോ. എന്താണ് ഇതിൻ്റെ പേര്? archive.org എന്നാണ് ഇതിൻ്റെ പേര്. ഇൻ്റർനെറ്റ് ആർക്കൈവ് എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? വെബ് കിട്ടും. വെബ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റർനെറ്റിലെ കാര്യങ്ങൾ. ബുക്സ് കിട്ടും, പിന്നെ വീഡിയോ കിട്ടും, ഓഡിയോ കിട്ടും, സോഫ്റ്റ്വെയർസ് കിട്ടും. ഇപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. വീഡിയോയിൽ ഓൾ വീഡിയോസ്, എന്താണ്, ഡെമോക്രസി നൗ, ഒരുപാട് TV ഷോസും കാര്യങ്ങളൊക്കെ നമുക്ക് പഴയത് കാണാൻ പറ്റും, ഇമേജസും. പിന്നെ നമുക്ക് ലോഗിനൊക്കെ ഉണ്ടാക്കാനുള്ള ഓപ്ഷനൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമ്മുടെ ഭൂതകാലത്തിലോട്ടുള്ള ഒരു തിരിഞ്ഞു നോട്ടമാണ് എന്ത്, വെബ് ആർക്കൈവ് അല്ലെങ്കിൽ വേ ബാക്ക് മെഷീൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു ഓപ്ഷൻ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന, നമ്മളെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന യൂട്യൂബിൻ്റെ പഴയ കാലം കാണാൻ പറ്റി. ആ പ്രതാപത്തിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ വഴികളെല്ലാം നമുക്ക് കാണാൻ പറ്റി, എൻജോയ് ചെയ്യാൻ പറ്റി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സുമായിട്ട് ഞാൻ ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ.